എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതപ്പെടുത്തിയേക്കണ ഒരു സിനിമയാണ് പ്രേമം. കാര്യം ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാലോചിച്ച് വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് സിനിമകൾ നമുക്ക് ചിലപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റും. അതിൻ്റെ മേക്കിംഗ് അതൊരു മാജിക്കാണ്. ഇപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയും എടാ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, അതങ്ങനെ ഉണ്ടായി വന്നെന്ന് പറയും. കാര്യം അതങ്ങനെ വെറുതെ ഉണ്ടാവത്തില്ല. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ നല്ല സുഹൃത്തുക്കളായിട്ട് അതിൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാജിക്ക് പ്രേമത്തിലുണ്ടായി. പ്രേമം എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഞാൻ ഭയങ്കര കാമുകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രേമം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പിന്നെ ആ പടത്തിൽ കാണിച്ചേക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആക്ച്വലി ജോർജ് ആവും ആ പടത്തിൽ. സൈക്കിളിൽ മീശ വടിച്ചിട്ട് കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയുണ്ട് മീശ വടിച്ചെന്ന് നോക്കിയിട്ട് മേരിയുടെ പുറകെ പോകണ ഒരു ജോർജ്. അത് കഴിഞ്ഞ് അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാനുമൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പ്രേമത്തിൻ്റെ അപ്പുറത്തൊരു മാസ് പരിപാടിയൊക്കെ പിടിക്കാൻ ഒരു മുണ്ടൊക്കെ കൊടുത്തിട്ട് വേറെ ഒരു ഇടിയൊക്കെ ഉണ്ടാക്കി കിടക്കണം. ആ സമയത്ത് നമുക്കൊരു പ്രേമം, അത് വേറൊരു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു ലൈഫിൽ നിൽക്കുന്ന ഒരു പ്രേമം. അപ്പോൾ അത് എന്നെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഭയങ്കര കണക്ട് ചെയ്ത സിനിമ അത് വന്നു. പിന്നെ എൻ്റെ മേക്കിംഗ് സ്റ്റൈല്. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ കണ്ടേക്കണ 3 സിനിമകൾ. ഒന്ന് വെണ്ണീത്താൻ്റെ ഒരു, ഒന്ന് തൂവാനത്തുമ്പികൾ, ഒന്ന് പ്രേമം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് മൂവീസ്.